ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം നമ്മുടെ കടകളുടെ ദിവസം അടയ്ക്കാൻ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. അല്പസമയം കൂടെ ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നല്ലോ. കർത്താവ് നമ്മോട് സംസാരിക്കണമേ. ആവശ്യമാകുന്ന ആലോചനകളും ദൂതുകളും വചനവെളിപ്പാടുകളും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അഭിഷേകത്തോടും പരിശുദ്ധാത്മ നിറവോടും കൂടെ ഞങ്ങളെ അയക്കണം. ഹല്ലേലൂയ. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോകത്തിന്റെ നടുവിൽ, നശിച്ചു പോകുന്ന തലമുറകളുടെ നടുവിൽ അഭിഷേകവുമായി പരിശുദ്ധാത്മ നിറവുമായി നിൽക്കുവാൻ, ദൈവജനവുമായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ശുദ്ധീകരിക്കണം. യാഗമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം അങ്ങയുടേതാകുന്നല്ലോ. അങ്ങ് സംസാരിക്കണമേ. വചനം റീമയായി വെളിപ്പെടണമേ, വെളിപ്പാടായി വെളിപ്പെടണമേ. ലോകോസായി വായിച്ച് ധ്യാനിച്ചു നിർത്തുവാനല്ല. ഹല്ലേലൂയ. അത് റീമയായി വെളിപ്പെട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു രൂപാന്തരം സംഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. തിരുനാമം മാത്രം മഹത്വമെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. അടുത്ത ആഴ്ച നമ്മുടെ സിഎം മീറ്റിംഗ് കൂടെ ഉണ്ടായിരിക്കും. അതുകൂടെ ഓർപ്പിക്കട്ടെ. പ്രോഗ്രാമുകൾ പ്രിയ ശിശുധരനെ നേരത്തെ തന്നെ അറിയിക്കുക, കാര്യങ്ങൾ ക്രമീകരിക്കുക. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സന്തോഷമുള്ളവർ കർത്താവിനെ ശ്രദ്ധിച്ചാൽ സന്തോഷമില്ലേ? ഹല്ലേലൂയ. കർത്താവിനെ ശ്രദ്ധിച്ചാൽ എഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. എഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. എഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ ഒരു ഉണർവിന്റെ ദൂതല്ല നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. എന്നും ഉണർവിന്റെയും അഭിഷേകത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ഒക്കെ ദൂതുകളാണല്ലോ. ഇടയ്ക്ക് ഹല്ലേലൂയ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നതും ശോധന ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ആലോചനകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടും എന്നെ ഏൽപ്പിച്ച ഹല്ലേലൂയ മറ്റൊരു ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശബ്ദപ്പെടുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? എന്നും നമ്മൾ ജോലി ചെയ്ത്, എന്നും ഭക്ഷണം കഴിച്ച്, എന്നും പ്രാസർക്കയിൽ താമസിച്ച് ഇങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഒന്നുകിൽ നമ്മൾ മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് വേർപെടും, അതല്ലെങ്കിൽ കർത്താവ് വേഗത്തിൽ വന്ന് നമ്മെ ചേർക്കുവാനിടയായിത്തീരും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. കർത്താവ് വരുവാൻ താമസമാണെങ്കിൽ, നമ്മുടെ മരണം താമസമാണെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 80 വയസ്സ് വരെ അല്ലെ, ഏറിയാൽ 80. അത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അതിനു മുമ്പേ കൊള്ളത്തില്ല. 60 വയസ്സ് കഴിഞ്ഞാലേ കൊള്ളത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ആയുസ്സ് തീരുന്ന വരെ കർത്താവ് നമ്മെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഹല്ലേലൂയ ഇവിടെ കർത്താവായി ഈ വേദഭാഗത്ത് സംസാരിക്കുകയാണ്. അതിനെ ഞാൻ കാണുന്ന ഒരു സമയമുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നാം മീറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ദൈവത്തെ എതിരേൽക്കുന്ന ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആരുമില്ല, ബന്ധുക്കളൊന്നുമില്ല, ചുറ്റുപാടുകളൊന്നുമില്ല, കൂട്ടുകാരൊന്നുമില്ല. നാമും ദൈവവും തമ്മിൽ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, അന്ന് ഞാൻ നിന്നോട് കാര്യം തീർക്കും, അന്ന് നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം എതിരേൽക്കാൻ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, വേഗം വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മെ തന്നെ, നമുക്ക് തന്നെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിൽക്കുവാൻ കഴിയുമെന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ ആ രീതിയിലുള്ളൊരു ബന്ധം ദൈവത്തോട് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ നിന്നോട് പറവാൻ പോകുന്നുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തെ എതിരേൽക്കേണ്ടതായി വരുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ഉണ്ടാകും. ആരാണ് ദൈവം? താഴെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, കാറ്റിനെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം. പർവ്വതങ്ങളെ, ആമോസ് 4:13, പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, കാറ്റിനെ സൃഷ്ടിച്ചവൻ, മനുഷ്യനോട് അവന്റെ നിരൂപണം
സങ്കീർത്തനത്തിൽ നാം കേട്ടല്ലോ, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും മറ്റു വിഗ്രഹങ്ങളിലും ദൈവങ്ങളിലും ഒക്കെ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ! നമ്മുടെ ദൈവത്തിന്റെ നാമം യഹോവ എന്നാകുന്നു. അവൻ സൈന്യങ്ങളുടെ യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പർവ്വതങ്ങളെ നിർമ്മിച്ചവനാണ്, കാറ്റിനെ സൃഷ്ടിച്ചവനാണ്, മനുഷ്യന്റെ നിരൂപണത്തെ അറിയിക്കുന്നവനാണ്, പ്രഭാതത്തെ അന്ധകാരമാക്കി മാറ്റുന്നവനാണ്, ഉന്നതകളിൽ മേൽ നടകൊള്ളുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെ ഭാവിയിൽ നമുക്ക് എതിരേൽക്കേണ്ടതായി വരും. ഹല്ലേലൂയ! പഴയ നിയമത്തിലെ ഒരു സംഭവമായി ദൈവത്തിന്റെ എതിരേൽപ്പിനെ പഠിക്കുവാനാണ് ഇന്ന് രാത്രി നാം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! കർത്താവിന്റെ മടങ്ങി വരവ്, അല്ലെങ്കിൽ കർത്താവ് നമ്മെ എതിരേൽക്കുന്നതിനെ ഹല്ലേലൂയ വേദപണ്ഡിതന്മാർ ഹല്ലേലൂയ ദാവീദിന്റെ ഒരു ജീവിത കഥയുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി പഠിക്കാറുണ്ട്. ഹല്ലേലൂയ! സ്തോത്രം. ഹല്ലേലൂയ! ദാവീദിനെതിരെ ഹല്ലേലൂയ തന്റെ മകനായ അബ്ശലോം തിരിയുവാനിടയായിത്തീർന്നു. അബ്ശലോം ഹല്ലേലൂയ തനിക്ക് തന്നെ ഒരു കൂട്ടമുണ്ടാക്കി, സൈന്യമുണ്ടാക്കി, താൻ തന്നെ ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കി പതിയെ പതിയെ ദാവീദിൽ നിന്ന് ജനത്തെ അകറ്റി രാജ്യം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദാവീദ് ഭയപ്പെട്ടു പിന്മാറി ഹല്ലേലൂയ ഗുഹകളിലേക്കും ഗുഹരങ്ങളിലേക്കും ഒക്കെ ഓടി രക്ഷ പ്രാപിക്കുന്ന ഭാഗങ്ങൾ ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ! ദാവീദ് അങ്ങനെ പോയതിനു ശേഷം ഹല്ലേലൂയ കാലങ്ങൾക്ക് ശേഷം ദാവീദിന് ഒരു മടങ്ങി വരവുണ്ടായിരുന്നു. ദാവീദിന്റെ ഈ മടങ്ങി വരവിൽ ദാവീദിനെ സ്വീകരിപ്പാൻ വേണ്ടി യോർദാൻ കടവിൽ ഹല്ലേലൂയ ഒരു വലിയ ജനസമൂഹം വീണ്ടും തങ്ങളുടെ രാജാവിനെ ഹല്ലേലൂയ ഭയപ്പെട്ടോടിയ രാജാവിനെ, പിന്തിരിഞ്ഞു പോയ രാജാവിനെ അധികാരത്തോടെ താൻ മടങ്ങി വരുമ്പോൾ തന്നെ വീണ്ടും റിസീവ് ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ യോർദാന്റെ കടവിൽ ചില വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന ഭാഗങ്ങൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. വേദപണ്ഡിതർ അത് കർത്താവിന്റെ മടങ്ങി വരവിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. അബ്ശാലോമിനെ ഭയന്നാണ് ദാവീദ് പോയതെങ്കിൽ നമ്മുടെ കർത്താവ് ഭയന്നല്ല പോയത്. ഹല്ലേലൂയ കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദാവീദ് ഭയത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ കഷ്ടങ്ങളിലേക്ക് വീണുപോയപ്പോൾ യേശു കർത്താവ് ഭയത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ മാനവജാതിയുടെ ഒരു പാപപരിഹാരത്തിനായി തന്നെ സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ ദാവീദിന് മടങ്ങി വരവ് ഉണ്ടായിരുന്നതുപോലെ രാജകീയമായ ഒരു വരവ്, ഒരു തിരിച്ചുവരവ് രാജാവായ ദാവീദിന് ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ കർത്താവിനും ഒരു മടങ്ങി വരവുണ്ട്. പ്രതിഫലം നൽകുവാൻ, ഹല്ലേലൂയ നന്മകൾ നൽകുവാൻ, പ്രൈസ് ദി ലോർഡ് നമ്മുടെ രാജാവ് മടങ്ങി വരുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. അബ്ശലോം ഹല്ലേലൂയ ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ, രാജാവായ ദാവീദിനെതിരെ, സ്വന്തം മകനാണ് ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ ദാവീദിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ന്യായപ്രമാണ പുസ്തക പ്രകാരം അബ്ശലോമിനെ കൊന്നു കളയുവാനുള്ള അധികാരം ഹല്ലേലൂയ യഹൂദന്മാരുടെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം അവന് നൽകിയിട്ടുണ്ട്. എന്നാൽ തന്റെ മകനായതുകൊണ്ടോ അല്ലെങ്കിൽ മകനെ സ്നേഹമുള്ളത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ ഹല്ലേലൂയ ദാവീദ് രാജ്യം അവന് വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോകുവാനിടയായിത്തീർന്നു. അബ്ശലോം മരിക്കുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ, രാജാവിന്റെ സേനാധിപന്മാരൊക്കെ അബീശായിയും യോനാഥാനും ഒക്കെ വന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ നിന്റെ ശത്രുവായിരിക്കുന്ന അബ്ശലോം അല്ലെങ്കിൽ നിന്റെ മകൻ തന്നെയാണ് അവൻ മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ദാവീദിന് ഒരു സന്തോഷവുമില്ല. ദാവീദ് പൊട്ടിക്കരയുകയാണ്. അബ്ശലോമേ അബ്ശലോമേ എന്റെ മകനെ എന്ന് പറഞ്ഞ് ദാവീദ് പൊട്ടിക്കരയുകയാണ്. കാരണം മരിച്ചത് തന്റെ രക്തത്തിൽ പിറന്ന മകനാണ്. ഹല്ലേലൂയ തന്റെ ശത്രുവായി മാറി, പക്ഷേ മരിച്ചത് തന്റെ മകൻ തന്നെ ആയതുകൊണ്ട് ആ യുദ്ധം ജയിച്ചിട്ട് അവൻ മരിച്ചിട്ട് എൻജോയ് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ദാവീദിനെ അല്ല അവിടെ കാണുന്നത്. അബ്ശലോമേ അബ്ശലോമേ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തും ഹല്ലേലൂയ അബ്ശലോം തനിക്കെതിരെ തിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ദാവീദിന് പക്ഷേ അബ്ശലോമിനെ കൊല്ലാമായിരുന്നു. ന്യായപ്രമാണം അത് അനുവദിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 21:18 ചില ചരിത്ര ഭാഗങ്ങളിൽ നിന്ന് രാത്രി നിങ്ങൾ കേൾക്കും, ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാവധാനത്തിൽ ഇന്ന് രാത്രി ചിന്തിച്ച് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 21:18 നമ്മുടെ ശ്രദ്ധയത്തിരിക്കാം. അപ്പന്റെയോ അമ്മയുടെയോ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്കുള്ളത് റിസീവ് ചെയ്തോ. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ശഠനും മത്സരിയുമായ മകൻ ഒരുത്തരുണ്ടെങ്കിൽ, അപ്പൊ അപ്പന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ, അമ്മയുടെ വാക്ക് കേട്ടില്ലെങ്കിൽ, ശാസന അനുസരിച്ചില്ലെങ്കിൽ, മത്സരിയായി തീർന്നെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ
19 വാക്യം. അമ്മയപ്പന്മാർ ഇപ്പോഴത്തെ അപ്പനും അമ്മയും എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന ഒരു തലമുറ പോലെ അല്ലായിരുന്നു ന്യായപ്രമാണ യുഗത്തിലെ തലമുറ. ഹല്ലേലൂയ. ഒരു ശഠനായിരിക്കുന്ന മത്സരിയായിരിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ മൂപ്പന്മാരുടെ അടുത്ത് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രമാണം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാസികളെ കൊണ്ടുപോയി സ്വന്തം മക്കളാണ്. എന്നാൽ ന്യായപ്രമാണം പറയുകയാണ്, അനുസരിക്കാത്തവനാണെങ്കിൽ, ശാസിച്ചിട്ട് കേൾക്കാത്തവനാണെങ്കിൽ ഇനി കൊണ്ടുവാ, മൂപ്പന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവാ, ന്യായപ്രമാണം കൊണ്ട് വായിക്ക്, അവരെ കല്ലെറിഞ്ഞ് കൊന്നേക്കണം. സ്വന്തം ചെയ്യാം, ഇപ്പൊ ചെയ്യാൻ പാസ്റ്റല്ലേ. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ന്യായപ്രമാണ കാലഘട്ടം. കൊന്നുകളയാൻ അനുവദിക്കുന്ന, മത്സരിയായ മക്കളെ കൊന്നുകളയാൻ അനുവദിക്കുന്ന ഒരു കാലഘട്ടമായി ആ ന്യായപ്രമാണ കാലഘട്ടം. ന്യായപ്രമാണ പിന്തുടർച്ചയായിരുന്നു ദാവീദായിരുന്നത്. ദാവീദിന് മൂപ്പന്മാരെ വിളിക്കാമായിരുന്നു, അബ്ശലോമിനെ കൊന്നുകളയാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്യാതെ രാജ്യം തന്നെ മകന് വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോകുവാനിടയായിത്തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. രാജാവിന് തിരിച്ച് ഒരു മടങ്ങി വരവുണ്ടായിരുന്നു. ദാവീദിന് ഒരു മടങ്ങി വരവുണ്ടായിരുന്നു. ആ മടങ്ങി വരവ് യോർദാന്റെ കടവിലായിരുന്നു. യോർദാന്റെ കടവിൽ വലിയൊരു ജനസമൂഹം അദ്ദേഹത്തെ സ്വീകരിക്കുവാനെത്തിയപ്പോൾ 3 വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 3 പേരാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. 1 മെഫീബോശേത്ത്, 2 ശിമയി, 3 ബർസില്ലായി. മെഫീബോശേത്ത്, ശിമയി, ബർസില്ലായി. ഹല്ലേലൂയ. എല്ലാവരെയും ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശിമയെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് ആരാധിക്കുവാനുള്ള സമയം നമുക്കുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അബ്ശലോം എങ്ങനെ മരിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ധ്യാനിച്ചിട്ട് ശിമയിലേക്ക് നമുക്ക് വരാം. 2 ശമൂവേൽ 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രമാണം അനുസരിച്ച് മൂപ്പന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റുമായിരുന്ന അബ്ശലോമിനെ ഹല്ലേലൂയ ദാവീദ് വെറുതെ വിട്ടു, അല്ലേ? പക്ഷെങ്കിൽ ദൈവം വെറുതെ വിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വന്തം മകനെ കൊല്ലുവാൻ ദാവീദ് സമ്മതിക്കാതെ ഹല്ലേലൂയ ഗുഹകളിലേക്ക് ഓടിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അവനെ വെറുതെ വിടത്തില്ല. അഭിഷക്തനെതിരെ ഹല്ലേലൂയ തിരിഞ്ഞത് സ്വന്തം മകനായാലും ഹല്ലേലൂയ അതിന് മറുപടി ചോദിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അബ്ശലോം എങ്ങനെ മരിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അബ്ശലോം ദാവീദിനെ ചേകവർക്ക് അബ്ശലോം കോവർക്കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരിവേലകത്തിന് കീഴെത്തി. അവന്റെ തലമുടി കരിവേലത്തിൽ പിടിപ്പെട്ടു. അവൻ ആകാശത്തിനും ഭൂമിക്കും വലിയ മിടുക്കനാണ്, അല്ലേ? വലിയ സൈന്യം ഉണ്ടാക്കിയവനാണ്, അപ്പനെതിരെ തിരിഞ്ഞവനാണ്, കൂട്ടുകെട്ടുണ്ടാക്കിയവനാണ്, അഹീദോവിനെ വരെ കൂട്ടുപിടിച്ചവനാണ്, പുരോഹിതനെ കൂട്ടുപിടിച്ചവനാണ്, പ്രവാചകനെ കൂട്ടുപിടിച്ചവനാണ്, കൂട്ടുകെട്ടുണ്ടാക്കിയവനാണ്. എന്നാൽ ഹല്ലേലൂയ അവന്റെ സൈന്യത്തിന് അവനെ രക്ഷിപ്പാൻ കഴിയില്ല. അവന്റെ ചുറ്റുപാടുകൾക്ക് അവനെ രക്ഷിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരു കരുവേലകത്തിന്റെ കീഴെ അവന്റെ മുടിപ്പെട്ടിട്ട് ഹല്ലേലൂയ തൂങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിൽക്കുവാനിടയായിത്തീർന്നു. വലിയ സാമർഥ്യമുള്ളവനായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. കർത്താവിന് എത്ര നേരം വേണം ഹല്ലേലൂയ അവനെ തകർക്കുവാൻ? ഹല്ലേലൂയ. അവൻ യാത്ര ചെയ്തപ്പോൾ അവന്റെ മുടിയെ കുലുക്കി കരിവേലകത്തിൽ തൂക്കിയിട്ടൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. താഴോട്ട് വായിച്ച ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. അവന് അത് കണ്ടിട്ട് അബ്ശലോം ഒരു കരിവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട് 14-ാമത്തെ വാക്യം എല്ലാം ചിന്തിപ്പാനുള്ള സമയമില്ല. എന്നാൽ യോവാബ് എനിക്കിങ്ങനെ സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല. 3 കുന്തം കയ്യിലെടുത്ത് അബ്ശലോം കരിവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് പ്രതികരിക്കുവാൻ കഴിയാതെ കരുവേലകത്തിന്റെ അകത്ത് അവനെ മുടിയിൽ കുരുക്കിയിട്ട ഒരു ദൈവം. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ യോവാബിനെ കൊണ്ട് അവനെ കുന്തം കൊണ്ട് കുത്തിക്കളഞ്ഞ ഒരു ദൈവം. യോവാബിന്റെ ആയുധവാഹന്മാർ 10
ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ അപ്പനായ ദാവീദ് അവനെ വെറുതെ വിട്ടതാണ്. ന്യായപ്രമാണം അനുവദിക്കുന്നെങ്കിലും, ഹല്ലേലൂയ, അവനെ കൊല്ലുവാനുള്ള പ്രമാണമുണ്ടെങ്കിലും രാജ്യം വിട്ടുകൊടുക്കാതെ അവനെ പിടിക്കാമായിരുന്നു. എന്നാൽ അപ്പൻ ക്ഷമിച്ചു. ഹല്ലേലൂയ. ദൈവം ക്ഷമിച്ചില്ല. Praise God. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? നിനക്ക് വേണ്ടി ന്യായവിധി നടത്തുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. സാഹചര്യങ്ങൾ എത്ര വിരോധമായാലും, ഹല്ലേലൂയ, എതിരായാലും, ഹല്ലേലൂയ, അബ്ശാലോമിനെ കരുവേലകത്തിന്റെ കീഴെ തൂക്കി നിർത്തിയവൻ, Praise the Lord, പ്രതികരിക്കുവാൻ കഴിയാതെ അവനെ ഒറ്റപ്പെടുത്തി അവനെ കൊന്നുകളഞ്ഞ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. അവനാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. Praise the Lord. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. ആരടച്ചാലും തുറക്കുവാൻ കഴിയുന്ന, ആര് തുറന്നാലും അടയ്ക്കുവാൻ കഴിയുന്ന ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. അഭിഷക്തന് വേണ്ടി അത് ചെയ്തെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ചെയ്യാതിരിക്കുമോ? വിശ്വസിച്ച് കരമടിച്ച ഭൂമി ഏറ്റെടുത്താട്ട്. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. ഇത് ന്യായവിസ്താരത്തിൽ ദൈവത്തിന്റെ മക്കളുടെ അവകാശമാണ്. ഇന്ന് രാത്രി ആ കരമടിച്ച ഭൂമി ഏറ്റെടുത്താട്ട്. എനിക്ക് വിരോധമാണ്, എന്റെ സഭയ്ക്ക് വിരോധമാണ്, ഹല്ലേലൂയ, എന്റെ കുടുംബങ്ങൾക്ക് വിരോധമാണ് എഴുന്നേൽക്കുന്ന പൈശാചിക ശക്തികളെ, പൈശാചിക വ്യാപാരങ്ങളെ, ഹല്ലേലൂയ, നിസ്സാരമായ രീതിയിൽ കലക്കി കളയുന്ന, ഉടച്ചു കളയുന്ന സർവശക്തനായ ഒരു ദൈവം. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ എതിരേൽപ്പ് എന്നുള്ള വിഷയത്തിലേക്കാണ് നാം വീണ്ടും വരുവാൻ പോകുന്നത്. അപ്പോൾ അബ്ശാലോമിനെ അങ്ങനെ ദൈവം കൊന്നുകളഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, ആരും ചിന്തിക്കാത്ത വിധത്തിലുള്ള ഒരു ദൈവ പ്രവർത്തി. ഹല്ലേലൂയ. കരുവേലകത്തിന്റെ കീഴിൽ ഇവൻ കോവർക്കഴുതയുടെ മേലെ യാത്ര ചെയ്തപ്പോഴാണ് ഇവന്റെ മുടി കുരുങ്ങുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ചിന്തിച്ചില്ല അങ്ങനെ ഒരു മരണം അവന് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന് കരുവേലകത്തെ ഉപയോഗിക്കുവാൻ കഴിയും, ദൈവത്തിന് കഴുത ഉപയോഗിക്കുവാൻ കഴിയും, ദൈവത്തിന് കാക്കയെ ഉപയോഗിക്കുവാൻ കഴിയും, ദൈവത്തിന് മത്സ്യത്തെ ഉപയോഗിക്കുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവമക്കളുടെ വിടുതലിന് വേണ്ടി, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി എത്ര വിരോധമായിരുന്ന സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന, വഴിതിരിച്ചു വിടുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം. ദാവീദേ, നിയമം ചെയ്യണ്ട, നിയമം ചെയ്യണ്ട, നീ അടങ്ങാതിരുന്നാ മതി, നീ സംസാരിക്കണ്ട. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ദൈവം. അബ്ശാലോം മരിച്ചു. രാജകുമാരൻ മരിച്ചപ്പോൾ, ഹല്ലേലൂയ, ദാവീദിനെ ജനം തിരികെ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് രാജാവായിരിക്കും. നീ ഈ ഗുഹയിലും, ഹല്ലേലൂയ, യഹൂദകളിലും ഒന്ന് നടന്ന് സമയം വൃഥാവാക്കണ്ട, ഞങ്ങൾക്ക് രാജാവായിരിക്കും. ഹല്ലേലൂയ. രാജാവിനെ എതിരേൽപ്പാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കടവിലെല്ലാവരും എത്തുന്ന ഭാഗമാണ്. 3 വ്യക്തിത്വങ്ങൾ രാജാവിനെ എതിരേൽപ്പാൻ ചെല്ലുന്നു. ഒരാളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. 1 ശമൂവേലിന്റെ 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ശമൂവേലിന്റെ 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചെങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമെയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, ആദ്യമായി ഒരാൾ വന്നിട്ട് രാജാവിന്റെ മുമ്പിൽ വീഴുകയാണ്. പേര് ശിമെയി. ഹല്ലേലൂയ. അവൻ രാജാവിന്റെ മുമ്പിൽ വീണ രാജാവിനോട്, എന്റെ യജമാനൻ എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനനായ രാജാവ് യെരൂശലേമിൽ
അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദാവീദ് ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് കരുതിയവനായിരുന്നു ശിമെയി. ഹല്ലേലൂയ. ഇവനൊരു പോക്ക് പോയതാണ്, ഇനി മടങ്ങി വരവില്ലെന്ന് ചിന്തിച്ച ശിമെയി ഹല്ലേലൂയ ദാവീദിനെ പ്രാകുന്ന ഭാഗങ്ങൾ അത് 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ മനുഷ്യനാണ് ആദ്യം കണ്ടത്. രാജാവ് തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ. ഇനി നിൽക്കുവാൻ പറ്റുകയില്ല. ഈ മനുഷ്യൻ ആദ്യം ചെയ്ത് താണു വീണ് രാജാവിനടുത്ത് കേടുകയാണ്, എന്നോട് ആ പാപം ഓർക്കരുത്, എന്റെ കുറ്റം കണക്കിടരുത്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി നിന്നെ എതിരേൽക്കാൻ യോസഫിന്റെ ഗ്രഹത്തിൽ നിന്ന് ആദ്യമായി മുമ്പനായിരുന്നു. ശിമേ, നീ ചെയ്ത പാപം എന്താണ്? നീ ചെയ്ത തെറ്റെന്താണ്? ഇപ്പോൾ മടങ്ങി വരുന്ന രാജാവായിരിക്കുന്ന ദാവീദിന് മുമ്പിൽ വീണ് വണങ്ങി നിലവിളിക്കുവാനുള്ള കാരണം എന്താണ്? 16-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 2 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശൗലിനെ ഭയന്ന്, ഹല്ലേലൂയ, അബ്ശലോമിനെ ഭയന്ന്, ഹല്ലേലൂയ, ദാവീദ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ശിമെയി വന്നവനോട് സംസാരിക്കുന്ന ഭാഗമാണ് 16-ന്റെ 6. അവൻ ദാവീദിനെയും രാജപുത്രന്മാരെയും ഒക്കെ കല്ലുവാരി എറിഞ്ഞു, ജനവും വീരന്മാരും എല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. 7-ാം വാക്യത്തിൽ പറയുന്നു, ശിമെയി ശപിച്ചുകൊണ്ട്, രക്തപാതക, നീ ജാ, പോ, പോ, ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു, അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജത്വം നിന്റെ മകനായ അബ്ശലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ ചിന്തിച്ചത് ദാവീദിന് ഒരിക്കലും മടങ്ങി വരത്തില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. രാജത്വം അബ്ശലോമിന്റെ കയ്യിലായി. ഇനി അബ്ശലോമിനോട് ചേർന്ന് നിന്നാൽ മതി. ദാവീദിന് ഒരു മടങ്ങി വരവില്ലെന്നാണ് ഇവൻ ചിന്തിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 8 മക്കളുടെ നടുവിൽ കാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച് ശമൂവേലിന്റെ കരത്തിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ തൈലത്തെ പകർന്ന്, കൊമ്പിൽ തൈലം പകർന്ന് ഇശായിയുടെ ഭവനത്തിൽ അയച്ച് ശമൂവേലിനെ കൊണ്ട് സംസാരിപ്പിച്ച്, ഞാൻ അവൻ വരാതെ ഭക്ഷണം കഴിക്കുകയെന്ന് ശമൂവേലിനെ കൊണ്ട് പറയിപ്പിച്ച് അഭിഷേകം ചെയ്യുന്നവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന ശിമെയി കരുതിയത്. ഹല്ലേലൂയ. എന്നാൽ ശിമെയെ നിനക്ക് തെറ്റിപ്പോയി. അവൻ ദൈവത്തിന്റെ അഭിഷക്തനാണ്. അവനൊരു മടങ്ങി വരവുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഇന്ന് രാത്രി വിശ്വസിക്കാമോ? പിശാച് വിചാരിക്കും നിനക്കൊരു മടങ്ങി വരവില്ല. നിന്റെ പ്രാർത്ഥന പോയി, നിന്റെ ജോലി പോയി, നിന്റെ നന്മ പോയി, നിന്റെ അഭിഷേകം പോയി, നിന്റെ ശുശ്രൂഷ പോയി. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധമ വിളിച്ചു പറയുന്നു, സാഹചര്യങ്ങൾ പറയുന്നത് പോലെയല്ല, ശിമെയിമാർ ശപിക്കുന്നത് പോലെയല്ല, ഈ ദൈവത്തിന്റെ അഭിഷക്തനാണ്. കാട്ടിൽ കിടന്നപ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവശക്തി, ആ ഗോലിയാത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവശക്തി, അഭിഷേകം ചെയ്യുക, ശമൂവേലിനെ വിളിച്ചു പ്രാർത്ഥിച്ചവന്റെ ദൈവശക്തി. നിനക്കൊരു 2-ാം മടങ്ങി വരവുണ്ടെങ്കിൽ അതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഭയപ്പെട്ട് പിന്മാറിയിരിക്കരുത്. നീ ഒതുങ്ങിപ്പോയിരിക്കരുത്. നീ ഇല്ലാതായിരിക്കരുത്. ശൂന്യമായിരിക്കരുത്. നീ പരാജയപ്പെട്ടിരിക്കരുത്. നിന്നെ മടക്കി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ഒരു മടങ്ങി വരവ്, ആ മടങ്ങി വരവ് റിസീവ് ചെയ്താട്ടെ. എത്ര പേർ ആ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നു? ജോലിയുടെ മേഖലകളിൽ ഒരു മടങ്ങി വരവ്, ബിസിനസ് മേഖലകളിൽ ഒരു മടങ്ങി വരവ്, ശുശ്രൂഷ മേഖലകളിൽ ഒരു മടങ്ങി വരവ്, അഭിഷേകത്തിന്റെ തിരുവോ കൈകാലുകളിൽ ദൈവം പ്രയോജനപ്പെടുത്തിയതോ. സ്വന്തം അവൻ അബ്ശലോമിനെ രാജാവാക്കിയിരിക്കുന്നു. നിനക്കിനി ഒരു മടങ്ങി വരവില്ല. നീ നീചനാണ്, നീ രക്തപാതകനാണ്. അവൻ ശപിക്കുവാൻ തുടങ്ങി. ആ താഴെയുള്ള ഭാഗം വായിച്ചോട്ടെ. അപ്പോൾ സ്വന്തം നിന്റെ മകനായ അബ്ശലോമിന്റെ കയ്യിലെത്തി നീ രക്തപാതകനായിരിക്കാൻ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. 9-ാമത്തെ വാക്യം. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി ഈ ചത്ത നായിയെ എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അവന്റെ തലവെട്ടിക്കളയട്ടെ. ഹല്ലേലൂയ. ശിമെയെ ആ നിമിഷം തലവെട്ടിക്കളയുവാൻ അധികാരമുള്ള ഒരു സേനാപതിയുടെ കൂടെ, അബീശായിയുടെ കൂടെയാണ് ഹല്ലേലൂയ രാജാവ് നിൽക്കുന്നത്. ഹല്ലേലൂയ പറയാണ്, ഇത് ചത്ത നായാണ്. ഈ ചത്ത നായ സംസാരിക്കുന്നത് കേട്ട് അഭിഷക്തൻ ഭാരപ്പെടരുത്. ചില ചത്ത നായികൾ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന് വിരോധമായി ഈ പട്ട
ശപിക്കട്ടെ. ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യരുത്. ദൈവം അനുവദിക്കാതെ നിന്നെ ഒരു വാക്ക് പറയാൻ പോലും ആർക്കും കഴിയത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Praise the Lord. ദൈവം അനുവദിക്കാതെ നിന്നെ നോക്കാൻ പോലും പറ്റുകയില്ല. Praise the Lord. യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ, നോക്കിയോ, അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ നോക്കുവാൻ അനുവദിക്കാത്തൊരു ദൈവം, ഹല്ലേലൂയ, അവൻ അനുവദിക്കാതെ നിന്നെ ശപിക്കുവാൻ ഹല്ലേലൂയ കഴിയാത്ത അനുവാദം തരാത്തൊരു ദൈവത്തെയാണ് നാം ശ്രദ്ധിക്കുന്നത്. ദാവീദ് പറയാ, ഇത് ദൈവം അനുവദിച്ചിട്ട് അവൻ ചെയ്യുന്നതാ. താഴെ പ്രഭാവം വായിച്ചു ആരാധിക്കാൻ പോകുകയാണ്. എന്റെ മകൻ തന്നെ, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ തന്നെ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നു. 12ാമത്തെ വാക്യം വായിച്ച് നാം ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഈ 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് ദാവീദ് ആ സന്ദർഭത്തിൽ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ അതെന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നിനക്കെതിരെ ശപിച്ചാലും, ജോലി മേഖലകളിൽ നിനക്കെതിരെ ശാപമുണ്ടായാലും, ചുറ്റുപാടുകൾ നിനക്കെതിരെ ശാപമുണ്ടായാലും, ഇന്ന് രാത്രി വിശ്വസിക്ക്, യഹോവ എന്റെ സങ്കടം കണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധികളോ പൊളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും ഹല്ലേലൂയ പെർഫെക്റ്റായി കാര്യങ്ങളെല്ലാം നല്ലതായി ഓടുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ചില പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, ചില സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, ചില പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്നവരോട് ദാവീദ് സംസാരിച്ച ദൂത് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ. നിന്റെ സങ്കടത്തെ കാണുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. നിന്റെ സങ്കടത്തെ കാണുന്ന ദൈവം. ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ക്ലേശിപ്പിച്ച ആണ്ടുകൾക്കും പകരമായി നന്മകൾ നൽകുന്ന ദൈവം, സന്ദർശനങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. നാം സേവിക്കുന്ന ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം ഇസ്ഹാക്കിന്റെ ദൈവമാണ്. വരണ്ടനിലത്ത് വിതച്ചവന്റെ ദൈവമാണ്. ഊറുകാരി കണ്ടവന്റെ ദൈവമാണ്. കൊണ്ട് നാട്ടിൽ പെടുത്തി അതിനെ കൊടുത്ത ദൈവമാണ്. അനുഗ്രഹിക്കുന്നതാണ്. ദൈവസന്നിധിയിലേക്ക് നാം ശാന്തമായി ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശപിക്കുന്നവനെ ഹല്ലേലൂയ ശപിച്ചോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവനെ വെട്ടിക്കളയണ്ട. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ശാപത്തിന് പകരം ഹല്ലേലൂയ എനിക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശാപത്തെ അനുഗ്രഹമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ ദാവീദിന്റെ ദൈവം. അതാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആ കർത്താവ് മടങ്ങി വരുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പരാജയ വഴികളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും അവനൊരു തിരിച്ചുവരവുണ്ടായിരുന്നു. അവന് ശക്തമായൊരു മടങ്ങി വരവുണ്ടായിരുന്നു. ഹല്ലേലൂയ. മടങ്ങി വരവിൽ യാബോക്ക് കടവിൽ ഒരു വലിയ കൂട്ടം ജനം അവനെ എതിരേൽക്കുവാൻ ചെന്നു. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ മടങ്ങി വരവിന്റെ നിഴലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ പോവുകയാണ്. അവനെ എതിരേൽക്കാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. അവനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമോ? ധൈര്യത്തോടെ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി രണ്ട് താഴത്തെ സ്റ്റാൻസ ഹല്ലേലൂയ പാസ്റ്റർ എഴുതിയ സ്റ്റാൻസയാണ്. ഹല്ലേലൂയ. ഇരുൾ നിറം മാറുന്ന ഭാഗത്തോട്ട് എടുത്താട്ടെ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപമാനിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ. ഹല്ലേലൂയ. അതെ, നീതിസൂര്യൻ. അപമാനിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ, പുറത്താക്കപ്പെട്ട ഒരു അഭിഷിക്തൻ. ഹല്ലേലൂയ. നിറത്തിന്റെ പേര് കളിയാക്കിയ ഒരു അഭിഷിക്തൻ. ഹല്ലേലൂയ. എഴുതിയ പാട്ടാണ് നീതിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിടും. രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് അവന്റെ കൂടെ എന്നെ ഇരുത്തുന്ന ഒരു രാജാവ് വേഗം വരും. നിറത്തിന്റെ പേര് അവമാനിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട അഭിഷക്തൻ തന്റെ തൂലിക ചലിപ്പിച്ചെഴുതിയ പാട്ടാണിത്. ഒരു നീതിസൂര്യൻ വരുന്നുണ്ട്. അവന്റെ കാന്തിയാൽ എന്റെ ഇരുൾ നിറം മാറിടും. ഇരുണ്ട സകല